സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധം ശക്തമായിരുന്ന സമയം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ വിമാനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര. വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തതിന് പിന്നാലെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. വിമാനത്തിലുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിക്ക് നേരെ മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധിച്ചു. അവരെ തള്ളിയിട്ട് അന്നത്തെ LDF കൺവീനർ EP ജയരാജൻ. വധശ്രമത്തിനു പുറമെ വിമാനത്തിന്റെ സുരക്ഷയെ ബാധിച്ചുവെന്ന വ്യോമയാന വകുപ്പുകൾ കൂടി ചേർത്താണ് പോലീസ് പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തത്. വിമാനത്തിൽ പ്രതിഷേധിച്ച 3 പേർക്ക് പുറമെ KS ശബരിനാഥിനെതിരെ ഗൂഢാലോചനാ വകുപ്പും ചുമത്തി. 3 വർഷം പൂർത്തിയായിട്ടും കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണത്? ഇനി എന്താണ് ഈ കേസിലെ ഭാവി? FIRൽ ചേർത്ത വകുപ്പുകൾ തന്നെ പോലീസിന് തിരിച്ചടിയായി. സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി കൂടി ആവശ്യമാണ്. 3 വർഷമായി കേന്ദ്രം കുറ്റപത്രത്തിന് അനുമതി നൽകിയിട്ടില്ല. വേട്ടയാടൽ മാത്രമായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദ്. 3 വർഷം കഴിഞ്ഞിട്ടും അതിനകത്ത് കുറ്റപത്രം പോലും സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പോലീസിന് സാധിച്ചിട്ടില്ല. തുടർച്ചയായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനകത്തുനിന്ന്, വിദ്യാലയത്തിനകത്ത് എനിക്കെതിരെ യാതൊരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എടുക്കാൻ സാധിക്കുന്നില്ല എന്നിരിക്കെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ പല രൂപത്തിലുള്ള ജോലിയിൽ നിന്ന് അടക്കം പിരിച്ചുവിടാനുള്ള നീക്കങ്ങളൊക്കെ ഒരു തരത്തിൽ വേട്ടയാടൽ രാഷ്ട്രീയം ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. ശംഖുമുഖം ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല. എന്നാൽ ഈ അന്വേഷണ സംഘം പോലും ഇപ്പോൾ നിലവിലില്ല. എന്തൊക്കെ സാങ്കേതിക കാര്യങ്ങൾ നിരത്തിയാലും മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചെന്ന് ചാർജ് ചെയ്ത കേസിൽ 3 വർഷത്തിനിപ്പുറവും പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന് നാണക്കേടാണ്.